വലിയ വിവാദങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി ഇക്കഴിഞ്ഞ 5 കൊല്ലം മുന്നോട്ട് പോയത്. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് ആര്യ രാജേന്ദ്രൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഈ വന്നേ. നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് ആര്യയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ എന്റെ സ്ഥിരം പറയുന്ന പോലെ ജസ്റ്റിസ് ഫോർ യദു എന്ന് കമന്റ് ചെയ്യുക. കാരണം യദുവിനെ ആരും മറക്കരുത്. ഈ ആര്യയും ആര്യയുടെ ഹസ്ബൻഡ് സച്ചിനും കൂടെ കാരണം ഒരു ജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു കേസ് എടുത്ത് ആദ്യം യദുവിന്റെ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ധൈര്യമായിട്ടൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ജസ്റ്റിസ് ഫോർ യദു എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടോട്ട് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അങ്ങോട്ട് വരാൻ പോവുകയാണ്. കോഴിക്കോട് വല്ലതും നമ്മുടെ ആര്യ മത്സരിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ സച്ചിനും മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ രണ്ടുപേരും തോക്കാൻ ആഗ്രഹിക്കുന്നവര് ധൈര്യമായിട്ടൊന്ന് ലൈക്ക് അടിക്കുക. ഞാൻ ഇവരുടെ വിഷയം സംസാരിക്കുമ്പോൾ, ഞാൻ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ലൈക്കിന്റെ കാര്യം പറയും. കാരണം ഒരു ലൈക്ക് ഒരു വോട്ടായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കാരണം എൻ്റെ കുറെ ആശയും കാര്യങ്ങളും ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കത് ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോട്ടും പൊട്ട ഈ ലൈക്ക് ചോദിക്കുന്നതിന്റെ മെയിൻ കാരണം. കാരണം രാഹുലിന്റെ ഒരു വിഷയം വന്നപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യും. ഞാനൊന്ന് പറഞ്ഞതാ, അതങ്ങോട്ട് 15,000-16,000 പേരാണ് ആ ഒരു ലൈക്ക് അടിച്ചത്. 16,000 പേരോളം. അപ്പൊ ആ ഒരു മനുഷ്യനെ അത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ. അതുപോലെ തന്നെ ഈ ആര്യയുടെ കേസ് കേട്ടില്ല. ആര്യ, അതായത് നമ്മുടെ പഴയ മേയർ ആര്യയും ആര്യയുടെ ഹസ്ബൻഡ് തോക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ധൈര്യമായിട്ട് ഒന്നിടുക. പിന്നെ ജസ്റ്റിസ് ഫോർ യദു എന്നും കൂടെ കമന്റ് ഇടുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 108 കോടിയോളം രൂപ പിരിഞ്ഞു തന്നെ കിട്ടാനുണ്ട്. പിന്നെ അഴിമതി ഒരുപാട് കാര്യങ്ങളാണ് ട്രിവാൻഡ്രത്ത് ഇപ്പം നടന്നിരിക്കുന്നത്. പുതിയ മേയർ രാജേഷ് ഇപ്പം സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യദുവിന്റെ ജോലിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമാക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. എടുത്തോന്നൊന്നും ചാടിയൊന്നും ചെയ്യുന്നില്ല. അവർ പെതുക്കെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഏതായാലും ഞാൻ മലയാളം ഇൻസൈഡിനകത്ത് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് വെച്ച് തരാം. വലിയ വിവാദങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി ഇക്കഴിഞ്ഞ 5 കൊല്ലം മുന്നോട്ട് പോയത്. അതിൽ പലവിധ അഴിമതി ആരോപണങ്ങളും ഉയർന്നു കേട്ടിരുന്നു. അത്തരത്തിൽ കോർപ്പറേഷനിലെ പലവിധ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു BJP ഭരണത്തിലേറിയതിന് പിന്നാലെ. എന്തിനേറെ പറയുന്നു, ഒരു വാർഡിൽ തന്നെ 13 കോടിയോളം അടുത്ത രൂപ കോർപ്പറേഷന് നഷ്ടം വരുത്തുന്ന രീതിയിൽ തന്നെയാണ് ചില വ്യക്തികൾ അവർ പ്രവർത്തിക്കുന്നത്. ഇതിനേറെ പറയുന്നു, അവിടുത്തെ ജീവനക്കാരെ പോലും വേണ്ട രീതിയിൽ പണിയെടുക്കാൻ സമ്മതിക്കാതെ പാർട്ടി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ നടപടി സ്വീകരിക്കാൻ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുനികുതി ഇനത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് പിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. സ്വകാര്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ കോടികളാണ് കോർപ്പറേഷന് വരുമാനമായി കിട്ടാനുള്ളത്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ശാസ്തമംഗലം വാർഡിൽ MLA VK പ്രശാന്തിന്റെ ഓഫീസ് കെട്ടിടം കേവലം 870 രൂപയ്ക്ക് മാസവാടക നൽകുന്ന കെട്ടിടത്തിന്റെ 1 വർഷത്തെ വാടക കുടിശ്ശികയായിരുന്നു. ഈ വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് അത് 1 വർഷത്തേത് അടച്ചു തീർത്തത് എന്നതടക്കമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സമാനമായി തന്നെ ചെറുതും വലുതുമായി ഒട്ടനവധി കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ ഇതേപോലെ പണം ലഭിക്കാനായിട്ടുണ്ട്. വാടകയും നികുതിയും ലേലത്തുകയും യഥാസമയം പിരിച്ചെടുക്കാത്തതിനാൽ വൻ വരുമാന ചോർച്ചയാണ് കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഈ പൈസയൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ ചില ആൾക്കാരെന്നല്ല, ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം അവരവരുടെ വോട്ട് നിലനിർത്താൻ വേണ്ടി അവർ പല പരിപാടിയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പാർട്ടിക്ക്. അവർ വോട്ട് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അവരേതറ്റവും വരെ എങ്ങനെ വേണമെങ്കിലും പോകും. പക്ഷെ കോൺഗ്രസ്സുകാരോ BJPക്കാരോ അങ്ങനൊന്നും അല്ല. അവർക്ക് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുകയും ചെയ്യും. ഇപ്പം സഹായിച്ച എന്താ പറയണ്ടേ, ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ പോലും ചിലപ്പോൾ വേർപ്പിക്കും. അവർ ചെയ്യുന്ന ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. പക്ഷെ ഇവരങ്ങനല്ല, എന്ത് തെറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന് കുറെ ആൾക്കാർ ഇവരെന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഇതിപ്പോ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം മേയർ ആര്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും 19ാമത്തെ വയസ്സ് അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ABCD പോലും അറിയത്തില്ല നമുക്കറിയാം. മുതിർന്ന നേതാക്കന്മാർ കാണിക്കുന്ന ഓരോ തോന്നിവാസത്തിനും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയും കൊച്ചു ചെയ്തു വെച്ചത്. അതുകൊണ്ട് എന്താണ്, അവർക്ക് തന്നെ ഇപ്പൊ പ്രശ്നമായിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ട്രിവാൻഡ്രം കൈവിട്ടു പോയി, അവിടെ BJP ജയിച്ചു. ഇപ്പോഴും ആ വിവാദം മാറിയിട്ടില്ല. വിവാദം എന്നല്ല പറയണ്ട, കാരണം ഈ ആര്യ ആൾക്കാരിരുന്ന് ആര്യയുടെ ഭരണം കൊണ്ടാണ് ആര്യ ട്രോളി കൊല്ലുവാണ്.
അതുപോലെ തന്നെ ഓരോ അഴിമതികൾ പുറത്തു കൊണ്ടുവരികയാണ്. മുതിർന്ന ആൾക്കാരും കൂടെ കാണിച്ചു കൂട്ടിയ തോന്നിയാസത്തിന് അതൊന്ന് ഒപ്പിട്ട് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. യദുവിൻ്റെ കേസ് കേട്ടില്ല. ആ ഒരു കാര്യത്തിൻ്റെ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ബാക്കി കൂടെ വെക്കാം. ഇത്രയധികം തുക എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ്. പണം നൽകാത്തത് ആരാണെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. മുൻ വർഷത്തെ കുടിശ്ശികയും ഇപ്പോഴത്തെയും ഒക്കെ ചേർത്ത് 107.91 കോടി രൂപയാണ് കിട്ടാനായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കാനുള്ള 10 വാർഡുകളിലെ 3058 കെട്ടിടങ്ങളിലെ കുടിശ്ശിക എന്ന് പറയുന്നത് 37.84 കോടി രൂപ. കൂടുതൽ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം 827 കെട്ടിടങ്ങളിൽ നിന്നും 12,90,00,000 രൂപയാണ് കുടിശ്ശികയായി കിട്ടാനുള്ളത്. ഇത്തരത്തിൽ 100 കോടിയിലധികം നഗരസഭയ്ക്ക് കിട്ടേണ്ട പണം എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? കോർപ്പറേഷൻ എന്തുകൊണ്ട് ഈ ഉദാസീനത കാണിക്കുന്നു? അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുന്നില്ലേ? അവർക്ക് പണം പിരിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ ഒരുങ്ങുന്നു BJP. നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് വസ്തുനികുതി ഇനം. അത്തരത്തിലും വൻ കുടിശ്ശിക തന്നെയാണ് പിരിച്ചെടുക്കാനായി ഇനി ബാക്കി നിൽക്കുന്നത്. നഗരസഭയുടെ 30ഓളം വാർഡുകളിലായുള്ള അനധികൃത ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ, മറ്റ് വാണിജ്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തുനികുതിയിൽ കണ്ടെത്താനുള്ളത് 61 കോടി രൂപ കുടിശ്ശികയാണ്. സ്വകാര്യ കെട്ടിടങ്ങളിൽ കൂടുതലും CPM പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിനെടുത്തതും ബിനാമി പേരിൽ വൻകിട നേതാക്കൾ ലേലത്തിന് എടുത്ത് കൊടുത്തിട്ടുള്ളതുമൊക്കെ ഇക്കൂട്ടത്തിൽ വരുന്നു എന്നാണ് ആരോപണമുള്ളത്. നഗരസഭയുടെ മെയിൻ ഓഫീസ് പരിധിയിലെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശിക 1,54,97,901 രൂപ. കടകംപള്ളി സോണൽ ഓഫീസ് പരിധിയിലെ കടമുറികളുടെ വാടക ആകട്ടെ ഈടാക്കിയിട്ടില്ല. പാർക്കിംഗ് ഏരിയ, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ ലേലത്തുകയിലും 10 ലക്ഷത്തോളം രൂപയാണ് പിരിച്ചെടുക്കേണ്ടത്. ഇതൊക്കെ CPM ബിനാമികളായ ഗുണ്ടകളെ വെച്ച് കരാറിലേർപ്പെട്ട് അവരുടെ ഭീഷണി കാരണം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപത്തിന് കൂടി ബലം നൽകുന്നു. കുടിശ്ശിക ചോദിച്ചാൽ ജീവനക്കാരെ ഗുണ്ടകൾ വന്ന് വിരട്ടുന്ന ഒരു പതിവാണ് അവിടെ കാണാനുള്ളത്. കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ വസ്തു നികുതി കുടിശ്ശിക 50,18,98,383 രൂപയാണ്. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ട് 233 പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്ത കെട്ടിടങ്ങൾക്ക് വസ്തുനികുതി ചുമത്തേണ്ടതാണ്. കൂടാതെ സെക്ഷൻ 235 പ്രകാരം വസ്തുനികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ചതുശ്രേണിക്ക് ഇതിപ്പോ ഒരു സ്ഥലത്തെയാണ്. ഇന്നിപ്പോ കേരളത്തിൽ എത്ര സ്ഥലത്ത് ഇതുപോലെ കാണുമെന്ന് ഇനി ആർക്കറിയാം? എന്തൊക്കെ അഴിമതിയാണ്, എവിടേക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പം ആര്യ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. സമാധാനം പറയണം. കാരണം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി നൈസായിട്ട് അങ്ങ് പോയി, കോഴിക്കോട്ടിലോട്ട് അങ്ങ് പോവുക. അവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് എടുത്തു നോക്കുമ്പോൾ. നമ്മൾക്ക് ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. അതല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ഇപ്പൊ ഇലക്ഷൻ വരുമ്പം കുറച്ച് കിറ്റും കുറച്ച് അരിയും പപ്പടത്തിന്റെ ഇച്ചിരി വലുപ്പം കൂടിയാലും മതി, ഒരു ഓട്ടം കുത്താൻ ആൾക്കാർ റെഡിയാണ്. നമ്മുടെ ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. പണ്ടൊക്കെ ഈ പറയുന്ന ഈ ടേപ്പ്, ഈ TV ന്യൂസും അതും ഇതൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ ഈ റിയാക്ഷൻസ് വീഡിയോസും അവരൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അങ്ങ് വളർന്നു. പ്രത്യേകിച്ച് ഈ ഒരു 7-8 വർഷം കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വന്നതിന് ശേഷം ന്യൂസുകാരുടെ പല അടവും ഇവിടെ നടക്കുന്നില്ല. അവർ സത്യാവസ്ഥ കൊണ്ടുവന്ന് ഇവിടെ വെളുപ്പിക്കുമ്പോൾ അടി കിട്ടും, മൂമാർക്ക് നല്ല പണി കിട്ടും. നമ്മളിപ്പോൾ സത്യാവസ്ഥ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. പണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടേപ്പും അതൊക്കെ കേട്ട് പോയി ആൾക്കാർ അത് വിശ്വസിച്ച് വോട്ട് കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. ഇനി അതുണ്ടാവരുത്. ജനങ്ങളെ ഞാൻ തൊഴുത് നിങ്ങളോട് പറയുവാണ്, പാർട്ടി നോക്കരുത്, ഈ പാർട്ടി താഴ്ത്തി കെട്ടുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയൊരു മേയർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു ശ്രീരേഖ IPS. ഇപ്പം പുള്ളിക്കാരി കുറച്ച് വെളിപ്പെടുത്തലായിട്ട് വന്ന് തമ്മിലടിയല്ലേ കാണിക്കുന്നത്. എന്തിനാ ഇതൊക്കെ കാണിക്കാൻ പോകുന്നത്? കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടായി. ഉള്ള കാര്യം പറയാലോ, കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടി നിൽക്കുകയാണ്. ഞാനുള്ള സീരിയസ് ആയിട്ട് പറയാം. പക്ഷെ ഇപ്പോൾ BJP എൻ്റെ പൊന്നോ അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഇപ്പോൾ കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്നെ ദേ തുടങ്ങി. വേണ്ട വെച്ച് തരാം. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പൊ അതിന് 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്.
ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്റർ ആയിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എന്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്തായാലും ചേച്ചി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഓക്കെ, അദ്ദേഹം നിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും തെറ്റും കുറവുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള എൻ്റെ ചേച്ചി, അതൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ നോക്കുക, ജനങ്ങളെ സേവിക്കാൻ നോക്കുക. ഈ നാറികളൊക്കെ ഉള്ള ഭരണം അടുത്ത വട്ടം പോലും കൊടുപ്പിക്കരുത്, നിങ്ങളുടെ ഭരണം മോശമാക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആ മേയർ കുട്ടി വന്ന് കാണിച്ചു തോന്നിവാസങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഒരു അപേക്ഷയും കൂടെ ഉണ്ട്. ആ പറഞ്ഞ ഇതിന് ജോലി കൊടുത്താൽ കുറച്ചും കൂടെ നല്ല കാര്യം. അത്രയൊക്കെയുള്ളൂ നമുക്ക് പറയാനുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ തമ്മിലടിക്കാതിരിക്കുക. അത് ഏത് പാർട്ടിയാണെങ്കിലും. എനിക്ക് സാധാരണ BJP കാരോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, BJP മോശമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രാജേഷ് കൊള്ളാൻ തോന്നുന്നു, അദ്ദേഹം വരട്ടെ. ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. നമ്മളൊക്കെ വ്യക്തികളെയാണ് നോക്കുന്നത്. എൻ്റെ ഒരു ഇതാ പറഞ്ഞാൽ വ്യക്തികളെ നോക്കും, കഴിവുള്ളവർ കയറി വരണം, ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം. അല്ലാതെ പാർട്ടിയുടെ ഇതും പറഞ്ഞിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ അമേരിക്കയിൽ എന്തോ നടക്കുന്നത്, കേരളത്തിൽ ഇവിടെ കിടന്നിട്ട് അങ്ങനെയാണോ മറ്റേണോ എന്നൊക്കെ പറയാൻ കുറേ എണ്ണം. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം വീട്ടിൽ അരി വേവുന്നുണ്ടോ എന്ന് പോയി നോക്കണം ആദ്യം. അവന്മാരോടൊക്കെ എനിക്ക് അതേ പറയാനുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക. ബൈ ബൈ.